അവയവദാനത്തിലൂടെ മാതൃകയായ ആലിൻ ഷെറിൻ ഇബ്രാഹിമിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ടുണ്ട്. അവിടെ നിന്നും സനോജ് സുരേന്ദ്രൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. സനോജ്, വളരെയധികം വേദനയോടുകൂടി ആയിരിക്കാം ഇപ്പോൾ സനോജ് ഉൾപ്പെടെയുള്ളവർ എല്ലാവരും തന്നെ ഈ ഒരു വാർത്തയെ കൈകാര്യം ചെയ്യുന്നത്. അവിടെ ഇപ്പോൾ ആശുപത്രിയിൽ കുഞ്ഞിന്റെ മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും മറ്റും എത്തിയിട്ടുണ്ടാകും അല്ലേ? വിടരുന്നതിന് മുമ്പേ കൊഴിഞ്ഞുപോയ ഒരു പുഷ്പം പോലെയാണ് ഈ പിഞ്ചു കുഞ്ഞിന്റെ വേർപാട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് വാർത്ത കേൾക്കുന്നവരെയും സങ്കടപ്പെടുത്തുമ്പോൾ രക്ഷിതാക്കളുടെയും ബന്ധുമിത്രാദികളുടെയും സങ്കടം എത്രത്തോളം ആഴത്തിലാവുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമാണ്. ഈ ഘട്ടത്തിൽ നമ്മളും ദുഃഖിതരാണ് എന്നുള്ളതാണ് വസ്തുതാപരമായ കാര്യം. എങ്കിലും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് അല്പസമയം മുമ്പ് കുഞ്ഞിന്റെ മൃതദേഹവുമായി പ്രത്യേക ആംബുലൻസ് എത്തിയത്. വന്ന ഉടൻ തന്നെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടിക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. ഇപ്പൊ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വരും മണിക്കൂറുകളിൽ വളരെ വേഗത്തിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കും. അമൃത ആശുപത്രിയിലെ പോലീസ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗത്തിൽ എത്തിച്ചത്. ഡോക്ടർ രോഹിത് കെയുടെയും ഒപ്പം തന്നെ ഡോക്ടർ അനന്തകൃഷ്ണൻ, അൻഷാദ് എന്നിവരുടെയും സഹായത്തോടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്നത്. ഈ കുട്ടിയുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടം നടന്നതും കോട്ടയത്തായിരുന്നു. ഇക്കഴിഞ്ഞ 5-ാം തീയതി MC റോഡിലാണ്, കോട്ടയം പള്ളത്ത് വെച്ചായിരുന്നു കുടുംബം സഞ്ചരിച്ച കാറ് ദിശ തെറ്റിയെത്തിയ കാറിൽ ഇടിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് കുഞ്ഞിനെ ചങ്ങനാശ്ശേരി ആശുപത്രിയിലും തിരുവല്ല ആശുപത്രിയിലും ചികിത്സയ്ക്ക് എത്തിക്കുകയും പിന്നീട് അവിടെ നിന്നും എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു. അപകടത്തിൽ കുഞ്ഞിന് മാത്രമാണ് ഗുരുതരമായ പരിക്കേറ്റത്. കുട്ടിയുടെ അമ്മയും ഇവരുടെ മാതാപിതാക്കൾക്കും പരിക്ക് പറ്റിയെങ്കിലും അവരുടെ പരിക്ക് ഗുരുതരമായിരുന്നില്ല. എന്തായാലും ഏറ്റവും ഒടുവിൽ ദിവസങ്ങൾ നീണ്ട വൈദ്യശാസ്ത്രത്തിന് പോലും ഈ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ഏറെ സങ്കടകരമായ കാര്യം. അങ്ങനെയാണ് ഇന്ന് മരണത്തിന് കീഴടങ്ങുന്നത്. ഈ കുഞ്ഞ് മരണത്തിന് കീഴടങ്ങുമ്പോഴും മാതാപിതാക്കൾ തന്റെ മകളുടെ വേർപാട് വളരെ വേദനാജനകമായി നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയും ആ കുഞ്ഞിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ അവർ കാണിച്ച ആ ഒരു സന്മനസ്സിനെ എത്ര പ്രശംസിച്ചാലും മതിയാവുകയില്ല. നമുക്കറിയാം, ഈ രാജ്യത്ത് തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു അവയവമാറ്റമാണ് ഇപ്പോൾ സാധ്യമായിട്ടുള്ളത്. കാരണം വളരെ പ്രായം കുറഞ്ഞ പിഞ്ചു കുഞ്ഞിന്റെ അവയവങ്ങൾ മറ്റുള്ളവരിലൂടെ ഇനിയും ജീവിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കുടുംബത്തെ സംബന്ധിച്ച് ആ കുഞ്ഞിന്റെ വേർപാട് അവർക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറമാണെങ്കിൽ കൂടിയും മറ്റുള്ളവരുടെ ജീവിതത്തിൽ അത് പ്രകാശമായി തീരട്ടെ എന്നുള്ള ഒരു ഉറപ്പിന്റെ അല്ലെങ്കിൽ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വേദനിക്കുന്ന സമയത്ത് പോലും ഈ അവയവങ്ങൾ ദാനം ചെയ്യാൻ വേണ്ടി ബന്ധുമിത്രാദികളും രക്ഷിതാക്കളും തയ്യാറായി മുന്നോട്ട് വന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നെടുങ്കാട് സെന്റ് തോമസ് CSI പള്ളിയിലാണ് കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിട്ടുള്ളത് എന്നതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മല്ലപ്പള്ളി ജോർജ് മാത്തൻ ആശുപത്രി മോർച്ചറിയിൽ മൃതദേഹം സൂക്ഷിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സംസ്കാരം ഞായറാഴ്ചയാവും നടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ മൃതദേഹം ഇവിടെ സൂക്ഷിക്കുകയോ കോട്ടയം മെഡിക്കൽ കോളേജിൽ പൊതുദർശനം ഉൾപ്പെടെയുള്ള ചടങ്ങുകളെ സംബന്ധിച്ച് ഒരു ഘട്ടത്തിൽ ആലോചിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എങ്കിൽ കൂടിയും മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം രാത്രിയിൽ തന്നെ പ്രദേശമായിട്ടുള്ള പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ മല്ലപ്പള്ളി ജോർജ് മാത്തൻ ആശുപത്രി മോർച്ചറിയിലാവും ഈ കുഞ്ഞിന്റെ മൃതദേഹം സൂക്ഷിക്കുക. ഞായറാഴ്ചയാവും സംസ്കാര ചടങ്ങുകൾ എന്നുള്ളതാണ് അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരം. നെടുങ്കാട് പള്ളി സെന്റ് തോമസ് CSI ചർച്ച് സെമിത്തേരിയിലാവും സംസ്കാര ചടങ്ങുകൾ നടക്കുക. സിന്ദൂരി.